മനസ്സിനെയും വാക്കിനെയും ശരീരത്തെയും നമ്മൾ ശുദ്ധിക്രിയയാൽ ബന്ധിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. അതാണ് നിഷ്ഠ. ഇനി വ്രതാനുഷ്ഠാനം എന്ന് പറഞ്ഞാലോ, വ്രതത്തെ നിശ്ചയം ചെയ്ത് സ്ഥിതി ചെയ്യുക എന്നാണ് അർത്ഥം വ്രതാനുഷ്ഠാനം. ആ നിഷ്ഠയെ 4 പില്ലറുകളിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. നിഷ്ഠാ ചതുഷ്ടയത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ആ 4 പില്ലറുകൾ എന്ന് നോക്കാം. അറിയേണ്ടത് യജ്ഞം, ദാനം, അധ്യയനം, തപസ്. ഇതാണ് നിഷ്ഠാ ചതുഷ്ടയം. ഈ സേവ കൊണ്ട്, ഈ നിഷ്ഠ കൊണ്ട്, ഈ വ്രതം കൊണ്ട് നമ്മൾ നേടുന്നത് എന്താണെന്നറിയുമോ? 2 മാർഗത്തിലൂടെയാണ് ആ നേട്ടം വരുന്നത്. ഒരു മന്ത്രം 1 കോടി തവണ ഉച്ചരിച്ചുകൊണ്ടല്ല ആ നേട്ടം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കാണുന്ന, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ദൈവസങ്കല്പത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ല അത് സാധ്യമാകുന്നത്. നിങ്ങളുടെ തലകുത്തി നിന്നിട്ടുള്ള യാചനകൾക്കല്ല പ്രാർത്ഥന